തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രം നടപടിയെടുക്കണം. വ്യാജ തെളിവ് കൊടുക്കുന്ന, വ്യാജ പരാതി കൊടുക്കുന്ന പെൺകുട്ടികളുടെ പേർക്ക് കർശനമായ നടപടിയെടുക്കണം. സത്യസന്ധമായ പരാതി കൊടുത്താൽ ഇതിൽ പ്രതിക്ക് എന്ത് ശിക്ഷ കിട്ടുന്നുവോ അതിൻ്റെ ഇരട്ടി ശിക്ഷ വ്യാജ പരാതിക്ക് കൊടുക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായെങ്കിൽ മാത്രമേ ഇവിടെ ഒരു സമാധാനം ഉണ്ടാവും. നിജസ്ഥിതി എന്താണെന്ന് അറിയത്തില്ല, പക്ഷേ ആ സ്ത്രീയുടെ ഭാഗത്താണ് തെറ്റാണെന്നാണ് നമുക്ക് വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. വ്യക്തമായിട്ടുള്ള രീതിയിൽ CCTV പരിശോധിച്ച് അത് ഉറപ്പുവരുത്തി ആ സ്ത്രീയെ ശിക്ഷിക്കണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഇങ്ങനെയുള്ള പ്രവണത വെച്ച് ഉറപ്പിക്കാൻ പാടില്ല. ഇങ്ങനെയുള്ള ഞാൻ പറയുന്ന വാഹനങ്ങളിലുള്ള ഇത്തരം റീൽസ് ചിത്രീകരണം തന്നെ അവസാനിപ്പിക്കണം. പുറത്താകാം, കുഴപ്പമില്ല. കാരണം വാഹനത്തിലെന്ന് പറഞ്ഞ് തിക്കിത്തിരക്കി നിൽക്കുന്ന ആൾക്കാർക്കിടയ്ക്ക് ഇതും കൊണ്ട് കയറിയുള്ള പരിപാടി അവസാനിപ്പിക്കണം. അതാണ് ചെയ്യാനുള്ളത്. മാത്രമല്ല അവരൊരു പൊതുപ്രവർത്തക ആയിരുന്നു എന്നാണ് പറയുന്നത്. അത് അവരുടെ ഭാഗത്തുനിന്ന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. പോലീസിന്റെ ഭാഗത്തും വ്യക്തമായ രീതിയിൽ അവരെ അറസ്റ്റ് ചെയ്യുകയും തുടർ നടപടി സ്വീകരിക്കുകയും വേണം. അതാണ് എൻ്റെ ശരിയായ രീതി. രാവിലെ കുറേ എണ്ണം ഫോണും തൂക്കിക്കൊണ്ട് ഇങ്ങനെ അങ്ങ് ഇറങ്ങും. ഫോണാണ് ജീവിതം. നമ്മളേലും ഫോണുണ്ട്, അകത്തിരിക്കുകയാണ്. നമ്മൾ വെളിയെടുത്തോണ്ടൊക്കെ ഇല്ല. ഒരു പാവം പിടിച്ച പയ്യനാണ്. എന്തിനാണ് ചെയ്തത്? ഇത് മരിക്കാനുള്ള പാടില്ല. അവളെ പരസ്യമായിട്ട് റോട്ടിൽ കൊണ്ടുവന്ന് തല്ലി ഒച്ചക്കല്ലേ. ഇവിടെ ഇനിയിപ്പോൾ പിടിച്ച് കേസായി ഇങ്ങനെ പോയി കാണാനില്ല എന്ന് പറഞ്ഞു, ഇവിടെ മുങ്ങിയെന്ന് പറഞ്ഞ് പിടിക്കും. കേസാക്കിയിട്ടുണ്ട്. കേസാക്കിയാലും എന്താ, ഇവിടെ തെളിവുണ്ട്, അവിടെ തെളിവെടുത്ത്, ഇവിടെ തെളിവെടുത്ത്, അങ്ങനെ നടന്ന് പിന്നെ ഇത് ഒരുമാതിരിയാവും. അതല്ല വേണ്ടത്. നല്ല തക്കതായ ശിക്ഷ കൊടുക്കണം. ഇനി ഒരു പുരുഷൻ ഇതുപോലെ ഉണ്ടാവരുത്. ശരിക്ക് ബ്രസ്റ്റ് കൊണ്ട് തട്ടി ഒരുത്തനെ കൊല്ലുക എന്ന് പറഞ്ഞാൽ മഹാവൃത്തികെട്ട ചതിച്ച് വഞ്ചകി. ഇത്രയും എനിക്ക് പറയാനുള്ളൂ അതിനെപ്പറ്റി. ഒന്നുമില്ലല്ലോ, അത് കൊണ്ടിട്ട് അങ്ങോട്ട് കയറ്റിയതല്ലേ. ഇത് അങ്ങോട്ട് കൊണ്ട് കയറ്റിയതാണ്. അത് വീഡിയോ എടുക്കാൻ വേണ്ടി പർപ്പസ്ലി കൊണ്ട് കയറ്റിയതാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. അത് നിങ്ങൾ കണ്ടില്ലേ, വീഡിയോ കണ്ടില്ലേ? ശരിക്ക് അത് അങ്ങോട്ട് കൊണ്ട് ഇത് എടുക്കാൻ വേണ്ടി മാത്രം കൊണ്ട് കയറ്റിയതാണ്. ഈ തെളിവുകൾ ശേഖരിച്ച് വെച്ചിട്ട് അവർ വേണ്ടുന്നിടത്ത് നിയമപരമായിട്ട് പോയിട്ട് ചെയ്യുന്നത് അതിലേ ചെയ്യേണ്ടത്. അവിടെ അതിനുവേണ്ടി ഈ തെളിവ് ശേഖരിക്കണമായിരുന്നു. പോലീസ് സ്റ്റേഷനിലോ എവിടെയാണോ. റീച്ചിന് വേണ്ടി കൊലപാതകം ചെയ്ത് ഈ ഒരു വഴി ഉപയോഗിച്ചത് ശരിയല്ല. ഇപ്പം റീച്ചായില്ല, എല്ലാം നല്ല ലെവലായി. ഇനിയിപ്പോൾ 10 വർഷമോ ഒളിവിലാണ് കിടക്കണം. ഇത്രയും ധൈര്യശാലിയായ എന്തിനും ഒളിവിൽ പോയതിന്? അല്ല, പെൺകുട്ടിയുടെ ഭാഗത്തല്ലേ തെറ്റ്? അത് പൂർണ്ണമായിട്ട് അതിനെ കാണിക്കുന്നില്ലേ? പിന്നെ അതിൽ സംശയം തോന്നുന്നു. എത്ര ഹൈ ലെവലിലുള്ള പെൺകുട്ടിയായാലും അങ്ങനെ ചെയ്യാൻ പാടില്ല. നടപടി വേണം, ഉറപ്പായിട്ടും വേണം. അവരുടെ പ്രവൃത്തി എന്ന് പറയുമ്പം മനുഷ്യത്വമില്ലാത്തൊരു പ്രവൃത്തി, മനുഷ്യരഹിതമായ ഒരു പ്രവൃത്തിയായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത് പറയാൻ കാരണം ഞാൻ ആ വീഡിയോ വീണ്ടും റിവ്യൂ ചെയ്ത് കണ്ടു. പല ഇതിൽ വന്നത് ഞാൻ വീണ്ടും കണ്ടപ്പോൾ ആ മരിച്ച ആളിൻ്റെ, അതായത് വ്യക്തിയുടെ പേരിൽ യാതൊരു കുറ്റവും ഞാൻ കാണുന്നില്ല. അവരിങ്ങനെ പ്രൊജക്റ്റ് ചെയ്തു, അതിനുവേണ്ടി എടുത്തു, വീണ്ടും കാണിച്ചു. അവരാണ് താല്പര്യപ്പെട്ട് അങ്ങോട്ട് ചേർന്ന് നിൽക്കാനായിട്ടാണ് ഞാൻ കാണുന്നത് ആ വീഡിയോയിൽ. ഞാൻ വീഡിയോ കണ്ടപ്പോൾ ഇത്തരം പ്രവൃത്തി ഇനിയും വരാൻ പാടില്ല, നാട്ടിലെങ്കിലും വരാൻ പാടില്ല. എല്ലാം പ്രതികരിച്ചാൽ മാത്രമേ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ഇല്ലാതാവൂ. സ്ത്രീകൾക്ക് വേണ്ടി മാത്രം എല്ലാ പ്രൊട്ടക്ഷനും കൊടുത്ത് അവരെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് ഒരു അന്യായമായ ഒരു കാര്യമാണ്. സ്വാഭാവിക സ്ത്രീക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അവർ നേരിട്ട് പറയാം. ഇപ്പോഴത്തെ കാലത്ത് ഒരാൾ ഒരു ലേഡി റിയാക്ട് ചെയ്ത് തീർച്ചയായിട്ടും എല്ലാവരും അവർക്ക് ഏകദേശം റിയാക്ട് ചെയ്തതാണ്. അപ്പോൾ അതുപോലെ റിയാക്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇത് എന്തോ പ്ലാൻഡാണ്. പ്ലാൻഡ് എന്ന് വെച്ചാൽ ആ പുരുഷൻ അങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നു, സ്ത്രീ നേരെ ഓപ്പോസിറ്റ് തിരിഞ്ഞിരിക്കുന്നു. ഈ സ്ത്രീ മനഃപൂർവ്വം എടുക്കുന്ന വീഡിയോ നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും. അതെ, തീർച്ചയായിട്ടും അവരുടെ ഉദ്ദേശം അത് ട്രാപ്പ് ചെയ്യുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ അവരെ ഇങ്ങനെ ബ്ലാക്ക് മെയിൽ ചെയ്യുക. ആ രണ്ട് ഉദ്ദേശം കൊണ്ടാണ്. അല്ലാണ്ട് അവർക്ക് അതിനെ പറ്റിയ ഒരു പ്രശ്നം ഉണ്ടായിട്ടല്ല. അതൊരു കൺസേൺ അല്ല അവരുടെ സംബന്ധിച്ചിടത്തോളം. ഉള്ളി മേ ബി എനിക്ക് തോന്നുന്നു അവർ ഈ വീഡിയോ വെച്ച് ബ്ലാക്ക് മെയിൽ ചെയ്യാനാണ് ഉദ്ദേശിച്ചത്, അല്ലാണ്ട് ഇവരിങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. അതെ, തീർച്ചയായിട്ടും അവർക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് പറയാം. ഇത് ഈ നാട്ടിൽ പല സ്ഥലത്തും നടക്കുന്ന സംഭവമാണ്. ചിലർ റിയാക്ട് ചെയ്യും, ചിലർ റിയാക്ട് ഒഴിഞ്ഞു നിൽക്കും. അപ്പോൾ ഇവർക്ക് വേണമെങ്കിൽ അങ്ങനെ ബുദ്ധിമുട്ട് റിയാക്ട് ചെയ്താൽ മാത്രം മതി. നിങ്ങൾ മാറി നിൽക്കുന്നൊരു വാക്ക് പറഞ്ഞാൽ തീരുന്ന സംഭവത്തിന് ഇവരിത് അനാവശ്യമായ സംഭവം ഉണ്ടാക്കി. ഇവരുടെ ഉദ്ദേശം നല്ലതല്ല. അതാണ് അതിനകത്ത് ഇത് സംഭവിച്ചത്. അങ്ങനെയൊക്കെ ഇത് ഇത്രയും നാട്ടുകാരുടെ മുന്നിൽ അധിക്ഷേപിക്കപ്പെട്ടപ്പോൾ അത് താങ്ങാൻ സാധിച്ചില്ല. അതുകൊണ്ട് അങ്ങനെ ആത്മഹത്യ ചെയ്തു. ഈ സ്ത്രീകളെ ഉപദ്രവിക്കുന്ന ആളുകളുണ്ട്, അത് നമ്മൾ അംഗീകരിക്കില്ല. പക്ഷേ സ്ത്രീകൾക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടായാൽ തീർച്ചയായിട്ടും അത് റിപ്പോർട്ട് ചെയ്യാനുള്ള പല അവസരങ്ങളും നമുക്കുണ്ട്. വേണമെങ്കിൽ സ്ത്രീ സുരക്ഷയുണ്ട്. പൊതുവെ അത് ബസ്സിൽ പറഞ്ഞാലും മറ്റു ആളുകൾ പറഞ്ഞാലും സ്വന്തമായിട്ട് അവർക്ക് പ്രതികരിക്കാനുള്ള സൗകര്യമുണ്ടല്ലോ. അപ്പോൾ അതിനൊന്നും നമ്മുടെ സ്ത്രീകൾക്ക് ഇത്ര സൗകര്യം ഉണ്ടായിട്ടും അത് ഇതിനെ ദുരുപയോഗം ചെയ്യുക ചെയ്ത് അതിനൊരിക്കലും അംഗീകരിക്കില്ല. ഈ സമൂഹത്തിൽ അത് ശരിയായ രീതി അല്ല. ശരിക്കും പറഞ്ഞാൽ അത് നമ്മൾ രണ്ട് വിഭാഗമുണ്ട്. സ്ത്രീകളായിരുന്നാലും ശരി, പുരുഷന്മാരായിരുന്നാലും ശരി. അത് നേരായ മാർഗത്തിൽ പോണവരുമുണ്ട്, വളഞ്ഞ വഴിക്ക് പോണവരുമുണ്ട്. വളഞ്ഞ വഴിക്ക് പോകുന്നവർക്ക് ഏതും തെറ്റായി തോന്നും. നേരായ വഴിക്കാണെങ്കിൽ അവർ രണ്ട് ചിന്തിക്കും, ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് ചിന്തിച്ചിട്ടേ അവർ ചെയ്യുള്ളൂ. ഇപ്പോൾ ഈ വീഡിയോ കണ്ടവർക്ക് അയാളൊരു തെറ്റും ചെയ്തിട്ടില്ലെന്നാണ് ബോധ്യമാകുന്നത് എന്നാണ് ഇപ്പോൾ ഞാനും ഒരു ആൾ പറഞ്ഞ് ഞാൻ അറിഞ്ഞത്. എനിക്കൊരു സംഭവം ഉണ്ടായി. ഞാൻ ഒരു മ്യൂസിയത്തിൻ്റെ അവിടെ നിന്ന് എനിക്ക് കവടിയാറിൽ ഇറങ്ങണമായിരുന്നു. ഞാനപ്പോൾ കണ്ടക്ടർ സീറ്റ് ഇപ്പം ഫുട്ബോളിൻ്റെ ബാക്കിലാണല്ലോ. അപ്പോൾ ഫ്രണ്ടിൽ ആ സീറ്റിൽ ഞാൻ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു സ്ത്രീ ഇങ്ങനെ ഫോൺ വിളിച്ചും കൊണ്ട് വന്നിട്ട് ഇങ്ങനെ അപ്പുറത്തെ സീറ്റിൽ, ജനറൽ സീറ്റാണ്, അവിടെ ഒരാളിരുന്ന് അയാളെ അടുത്ത് ഇങ്ങനെ കൈ കാണിക്കുകയാണ്, മാറിക്കൊടുക്കാൻ. അവർക്ക് കവടിയാറിൽ ഇറങ്ങണം. മാന്യമായ സ്ത്രീയാണെങ്കിൽ ഫ്രണ്ടിലോട്ട് ബാക്ക് ഒരുപാട് സീറ്റുകൾ കിടക്കുകയാണ്. അത് ചെയ്യാതെ അവൻ്റെ അടുത്ത് ഇങ്ങനെയുള്ള ഒരു അതപ്പതിച്ച രീതിയിലാണ് ഇപ്പോഴത്തെ
സാമൂഹ്യ നീതികൾ പോകുന്നത്. അപ്പോൾ നമ്മൾ തന്നെ ഒരു കാര്യത്തിൽ ഇടപെടുമ്പോഴത്തേക്ക് എന്താണെന്ന് അന്വേഷിച്ചിട്ട് വേണം അത് കൈകാര്യം ചെയ്യാൻ. അല്ലെങ്കിൽ ഒരു നിരപരാധി നശിക്കും ഇതേപോലെ. അതാണ് ഉണ്ടാകുന്നത്.